പഠിച്ചു തുടങ്ങാൻ പോവാണ്. യെസ്, മിക്സ് ആൻഡ് സെപ്പറേറ്റ് അല്ലെ, ചേർക്കാം പിരിക്കാം എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആൻഡ് ആനുവൽ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇതാ ഇവിടെ പഠിച്ചു തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ചാപ്റ്റർ അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. അതാണ് ഇതാ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കാനും അല്ലെ സെൻഡ് ചെയ്ത് കൊടുക്കാനും മക്കൾ മറക്കരുത്. അപ്പൊ ഇതാ നമ്മുടെ ആദ്യത്തെ കാര്യത്തിലേക്ക് അല്ലെ, ആദ്യത്തെ ടോപ്പിക്കിലേക്ക്, ആദ്യത്തെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇതാ ഈ പിക്ചറിൽ നമ്മൾ ഇതാ കൽക്കണ്ടം എടുത്തിട്ടുണ്ട് അല്ലെ. കൽക്കണ്ടം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നല്ല സ്വീറ്റ് ടേസ്റ്റ് ആണ്, നല്ല മധുരമാണ് കൽക്കണ്ടത്തിന്റെ രുചി എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഈ കൽക്കണ്ടം ദാ ഇത്ര വലിയ കൽക്കണ്ടം കണ്ടിട്ടുണ്ട്, അതിനെ പീസ് ആക്കിയിട്ടുള്ള അല്ലെ, കുഞ്ഞു 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 പീസ് ആക്കിയിട്ടുള്ള കൽക്കണ്ടവും നമ്മൾ കഴിച്ചിട്ടുണ്ട് അല്ലെ. അത് കഴിച്ചാലും അതിന്റെ ടേസ്റ്റും എന്ത് തന്നെയാണ്, ഈ പറയുന്ന സ്വീറ്റ് ടേസ്റ്റ് ആണ് അല്ലെ, മധുരമാണ്. ഇനി നമ്മൾ അതിനെ നന്നായിട്ട് അല്ലെ മിക്സിയിലൊക്കെ ഇട്ട് നന്നായിട്ട് പൗഡേർഡ് ഫോമിലേക്ക് പൊടിയാക്കി മാറ്റി എന്ന് വിചാരിക്കുക. അത് നമ്മൾ കഴിച്ചാലും അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, ഈ പറയുന്ന സ്വീറ്റ് അല്ലെ, നല്ല മധുരമായിരിക്കും. അതായത് ഏത് ഷേപ്പിലേക്ക് അല്ലെ, എത്ര ചെറുതാക്കി നമ്മൾ മാറ്റിക്കഴിഞ്ഞാലും ശരി, ആ ഒരു കൽക്കണ്ടം എന്ന് പറയുന്ന പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പഞ്ചസാര എടുക്കുക. നിങ്ങൾ ഈ കുറച്ച് പഞ്ചസാര എടുത്ത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തു വിചാരിക്കുക. വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് ഇതാ ഇങ്ങനെ കലക്കി എടുത്തു വിചാരിക്കുക. ആ വെള്ളത്തിൽ പിന്നെ നമ്മൾ പഞ്ചസാര കാണാറില്ല അല്ലെ, ഷുഗർ നമ്മൾ കാണാറില്ല. എന്നാൽ അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അപ്പോഴും ആ വെള്ളത്തിന് എന്ത് കിട്ടും, ആ ഒരു മധുരം, ഒരു സ്വീറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ഈ പറയുന്ന പഞ്ചസാരയുടെ ഒക്കെ അല്ലെങ്കിൽ ഷുഗറിന്റെ ഒക്കെ സ്വഭാവം കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികകള് അതിലുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ നമ്മൾ പുതിയൊരു പേരല്ലേ, പുതിയൊരു വാക്ക് നമ്മൾ പഠിക്കാൻ പോവാണ്. യെസ്, അതാണ് നമ്മളുടെ തന്മാത്ര അഥവാ മോളിക്യൂൾ എന്ന് പറയുന്നത്. അതെന്നാണ് ഇതാ ഇവിടെയും പറയുന്നത്. ഈ കാണുന്നത് നമ്മുടെ ജാഗരിയാണ് അല്ലെ, നമ്മുടെ ശർക്കരയാണ്. ഇതിനെ നമ്മൾ പൊടിച്ച് ഉപയോഗിച്ചാലും ഇതിനും ഒരേ ടേസ്റ്റ് ആണ്, ഈ പൊടിക്കും ഒരേ ടേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്താണ്? യെസ്, നമ്മുടെ ചുറ്റുമുള്ള ഏത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, ഏത് പദാർത്ഥങ്ങൾ ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്മാത്രകൾ അഥവാ മോളിക്യൂൾസ് കൊണ്ടാണെന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ് മോളിക്യൂൾ അല്ലെങ്കിൽ എന്താണ് തന്മാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the smallest particle of a substance that retaining all the properties of the substance അല്ലെ. എന്താണ്, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, തന്മാത്രകൾ അഥവാ യെസ് മോളിക്യൂൾസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റും ഒരുപാട് പദാർത്ഥങ്ങൾ ഉണ്ട് അല്ലെ, സോളിഡിലും ലിക്വിഡിലും സ്റ്റേറ്റിലും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും ഒക്കെ കാണപ്പെടുന്ന ഒരുപാട് പദാർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുമില്ലേ. അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ഈ പറയുന്ന തന്മാത്രകൾ അഥവാ നമ്മുടെ മോളിക്യൂൾസ് കൊണ്ടാണെന്ന് നമുക്ക് പറയാം. ബിൽഡിംഗ് ബ്ലോക്സ് പോലെയാണ് നമ്മുടെ തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പദാർത്ഥം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്ന അത്രയും സ്മോൾ ആയിട്ടുള്ള അത്രയും കുഞ്ഞു പാർട്ടിക്കിളിനെ, കുഞ്ഞു കണികേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഓരോ പദാർത്ഥത്തിനെ പറ്റി പറയുമ്പോഴും മക്കൾ ആലോചിക്കേണ്ടത് ഇതിന്റെ അകത്തൊക്കെ എന്തുണ്ടായിരിക്കും, അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെ, അതിന്റെ ആ ഒരു സ്വഭാവത്തിന് കാരണക്കാരായിട്ടുള്ള തന്മാത്രകൾ അഥവാ യെസ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ വെച്ചുകൊണ്ട് പദാർത്ഥത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ആയിട്ടല്ലേ കുറെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒരു കാര്യം കൂടെയാണ് നമ്മൾ ഇതാ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, പ്യുവർ സബ്സ്റ്റൻസ് അഥവാ എന്താണ്, ശുദ്ധ പദാർത്ഥങ്ങൾ അല്ലെ. പ്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് തന്നെ നമുക്ക് കിട്ടും, ശുദ്ധമായിട്ടുള്ള പദാർത്ഥങ്ങൾ. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു പദാർത്ഥം എടുത്തു, ഒരു സബ്സ്റ്റൻസ് എടുത്തു വിചാരിക്കാം. ആ പദാർത്ഥത്തില് ആ സബ്സ്റ്റൻസില് ഒരേ ടൈപ്പ് സിംഗിൾ ടൈപ്പ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ വിചാരിക്കാം. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്നുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്യുവർ വാട്ടർ അല്ലെ, ശുദ്ധജലം നമ്മൾ പറയാറുണ്ട്. അപ്പൊ കുറച്ച് വെള്ളം അല്ലെങ്കിൽ വാട്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള തന്മാത്ര ഏതാണ്, അതിന്റെ അകത്തുള്ള മോളിക്യൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അതിനകത്ത് ഫുൾ എന്തായിരിക്കും, ജലതന്മാത്രകളായിരിക്കും അല്ലെ, വാട്ടർ മോളിക്യൂൾസ് ആയിരിക്കും. ഇനി ഓക്സിജൻ, നമ്മൾ എല്ലാവരും ശ്വസിക്കുന്ന ഓക്സിജൻ ആലോചിക്കാം. ഓക്സിജൻ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ഓക്സിജൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ, ഓക്സിജന്റെ തന്മാത്രകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സോൾട്ട്, ഉപ്പ് ആലോചിച്ചാൽ നിങ്ങൾ, ഉപ്പിന്റെ
എവിടെ നിന്നൊക്കെ നമ്മൾ ഉപ്പ് എടുത്ത് നോക്കിയാലും അതിനകത്തുള്ള തന്മാത്രകൾ എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കും? നമ്മുടെ സോൾട്ടിന്റെ മോളിക്യൂൾസ് മാത്രമായിരിക്കും, ഉപ്പിന്റെ തന്മാത്രകൾ മാത്രമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരേ ടൈപ്പ് തന്മാത്രകൾ അല്ലെ, സിംഗിൾ ടൈപ്പ് മോളിക്യൂൾസ് മാത്രമുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതാ ഇവിടെ പറയുന്ന നമ്മളുടെ വാട്ടർ ആയിക്കോട്ടെ, സോൾട്ട് ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, അലൂമിനിയം ആയിക്കോട്ടെ അല്ലെ, ഇവരൊക്കെ ഈ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ ഇതാ ഇവിടെയുള്ള എല്ലാ എക്സാമ്പിൾസും എന്തിനാണ്? യെസ്, നമ്മുടെ പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലെ, ശുദ്ധ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ എന്റെ മക്കൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു പദാർത്ഥത്തിൽ സിംഗിൾ ടൈപ്പ് ഒരേ ഇനം തന്മാത്രയെ ഉള്ളെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്യുവർ സബ്സ്റ്റൻസ് അഥവാ ശുദ്ധ പദാർത്ഥം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനിയും കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. അതിനൊക്കെ കൂടെ ഇതാ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫറിന്റെ കാര്യം കൂടെ മിസ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ വജ്ര ബാച്ചിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് വളരെ ഡീപ്പായിട്ട് റിവിഷൻ ക്ലാസ്സുകളായിട്ട് നമ്മുടെ ആപ്പിൽ ഇപ്പൊ എന്താണ് മക്കൾക്ക് വേണ്ടി തരുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഓഫർ ഒക്കെ ഉണ്ട്. എക്സ്മസ് 25 എന്ന് പറയുന്ന ഓഫർ ഒക്കെ ഇതാ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് 6ന്റെ വാട്സ്ആപ്പ് ചാനൽ ഉണ്ട് അല്ലെ, ആ ചാനലിൽ ജോയിൻ ചെയ്യാൻ മക്കൾ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇതാ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലേക്ക് പോന്നേക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, മക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ന്യൂസ് കാര്യങ്ങളൊക്കെ മക്കൾക്ക് അവിടെ അറിയാനും പറ്റും. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും ജോയിൻ ചെയ്യാം. ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് നമ്മുടെ ഇനിയും വീഡിയോകൾ എന്ത് ചെയ്യാം മിസ് വരാം. അപ്പൊ അതുവരെ എല്ലാ മക്കൾക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.